ഏവർക്കും ഫോട്ടോവൈഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ ABCDEF 6 അക്ഷരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് GHI എന്നുള്ള 3 അക്ഷരങ്ങൾ തുടങ്ങുന്ന വാക്കുകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. The first word in G is GIF. GIF. ഇതൊരു ഫയൽ ഫോർമാറ്റാണ്. ഇമേജിൽ വരകൾ കൊണ്ടുള്ള ഡിസ്പ്ലേ വരുമ്പോൾ അതിനായി ഉപയോഗിക്കുന്ന ഫയൽ ഫോർമാറ്റാണ് GIF. The second word in G is gradation. ഗ്രഡേഷൻ ഒരു പ്രധാനപ്പെട്ട പദമാണ്. വെളുപ്പിൽ നിന്ന് കറുപ്പിലേക്കോ ഒരു നിറത്തിൽ നിന്ന് മറ്റു നിറത്തിലേക്കോ അളവ് സാന്ദ്രത കൂടിയോ കുറഞ്ഞോ വരുന്ന ആ പാറ്റേൺ ആണ് ഗ്രഡേഷൻ. അടുത്ത പദം ഗ്രേ ലെവൽ. ഒരു പ്രകാശത്തിൻ്റെ കുറഞ്ഞ അളവിൽ നിന്ന് കൂടുതൽ അളവിലേക്കുള്ള ആ യാത്രയാണ് ഗ്രേ ലെവൽ. ഗ്രേ മാർക്കറ്റ് ഇതൊരു കൊളോക്കിയൽ പദമാണ്. സാധാരണ ഔദ്യോഗിക മാർഗങ്ങൾ കൂടി അല്ലാതെ ഇറക്കുമതി ചെയ്തു തദ്ദേശീയമായിട്ടും ഈ ഉപകരണങ്ങൾ നമുക്ക് ഫോട്ടോഗ്രാഫിയിലാകുമ്പോൾ ക്യാമറകൾ, ലെൻസുകൾ, മറ്റ് ആക്സസറീസ് ഒക്കെ അനൗദ്യോഗികമായി കച്ചവടം ചെയ്യുന്ന ആ വിപണിയാണ് ഗ്രേ മാർക്കറ്റ്. അടുത്ത പദം ഗ്രേ സ്കെയിൽ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജിൽ ശുദ്ധമായ വെളുപ്പം നിറം മുതൽ ശുദ്ധമായ കറുപ്പ് നിറം വരെയുള്ള വിവിധ തീവ്രതകൾ കാണിക്കുന്ന ആ സ്കെയിലാണ് ഗ്രേ സ്കെയിൽ. 256 എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഒരു ഗ്രേ സ്കെയിൽ. ജിയിലെ അവസാന വാക്ക് ഗൈഡ് നമ്പർ. ഇതൊരു ഇലക്ട്രോണിക് ഫ്ലാഷിൻ്റെ ശക്തി വെളിവാക്കുന്ന ഒരു യൂണിറ്റാണ്. എത്ര സാന്ദ്രതയുള്ള പ്രകാശം, എത്ര ഇൻറ്റൻസിറ്റിയുള്ള പ്രകാശം ഫ്ലാഷ് തരുമോ അതിൻ്റെ വിവിധ അളവുകളാണ്. ഗൈഡ് നമ്പർ എന്ന വാക്കോടുകൂടി ജിയിൽ തുടങ്ങുന്ന സാങ്കേതിക പദങ്ങൾ അവസാനിക്കുന്നു. നമ്മൾ അടുത്തതായി എച്ചിൽ തുടങ്ങുന്ന വാക്കുകളിലേക്ക് കടക്കുന്നു. ദ ഫസ്റ്റ് വേർഡ് ഇൻ എച്ച് ഇസ് ഹോട്ട് ഷൂ. ക്യാമറയുടെ മുകൾ ഭാഗത്തായി ഫ്ലാഷ് യൂണിറ്റ് ഘടിപ്പിക്കാനായിട്ടുള്ള ഒരു സ്ലോട്ടാണ് ഹോട്ട് ഷൂ. ദ സെക്കൻഡ് വേർഡ് ആൻഡ് ദ ഫൈനൽ വേർഡ് ഇൻ എച്ച് ഇസ് ഹണ്ടിങ്. ഒരു ഓട്ടോ ഫോക്കസ് സംവിധാനത്തിൽ പല ഫോക്കസ് പോയിന്റുകളിലേക്ക് ക്യാമറ മാറി മാറി ഈ ഒരിടത്ത് ഉറപ്പിക്കും, തിരിച്ചു വരും. അത് പ്രകാശ വ്യത്യാസമുള്ള ഫ്രെയിമുകളിൽ ഇത് നമുക്കറിയാം. ഒരു വാതിലിലൊക്കെ നിൽക്കുന്ന ഒരാളുടെ പടം എടുത്താൽ ആദ്യം ആളെ ഫോക്കസ് ആകും, പിന്നെ അതിൻ്റെ ബാക്കിൽ ഫോക്കസ് ആകും, തിരിച്ചു വരും. അതാണ് ഹണ്ടിങ് എന്ന് വെച്ചാൽ വേട്ടയാടുക. ഏതാണോ യഥാർത്ഥ ഫോക്കസ് അതിനുവേണ്ടി. എച്ചിൽ ഈ 2 വാക്കുകളേ ഉള്ളൂ. ഇനി നമ്മൾ ഐയിലേക്ക് പ്രവേശിക്കും. ഐ എന്ന ആൽഫബറ്റിൽ തുടങ്ങുന്ന സാങ്കേതിക പദങ്ങളാണ് ഇനിയുള്ളത്. ദ ഫസ്റ്റ് വേർഡ് ഇൻ ഐ ഈസ് IEEE 1284. ഇത് പ്രിൻ്റർ, സ്കാനർ തുടങ്ങിയവയിൽ, കാർഡ് റീഡർ തുടങ്ങിയവയിലൊക്കെ ഉപയോഗിക്കുന്ന ഹൈ സ്പീഡ് പാരലൽ പോർട്ടാണ് IEEE 1284. ദ സെക്കൻഡ് വേർഡ് ഇൻ ഐ ഈസ് IEEE 1394. കൂടിയ വേഗതയിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിവുള്ള ഒരു പോർട്ടാണ് IEEE 1394. ഇത് ഫയർവെയർ എന്നും സാധാരണമായി അറിയപ്പെടുന്നു. ഐലിങ്ക് ഇത് IEEE 1394 തന്നെയാണ്. സോണിയുടെ ഫയർവെയറിനാണ് ഈ ഐലിങ്ക് എന്ന് പറയും. ദ നെക്സ്റ്റ് വേർഡ് ഈസ് IFF. ഇൻ്റർചേഞ്ച് ഫയൽ ഫോർമാറ്റ് എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണിത്. ഇതൊരു ഇമേജ് ഫയൽ ഫോർമാറ്റാണ്. നെക്സ്റ്റ് വേർഡ് ഈസ് ഇമേജ് ഫോർമാറ്റ്. ഇമേജ് ഫയലുകൾ കംപ്രസ് ചെയ്ത് സേവ് ചെയ്യുന്ന രീതിയാണ് ഇമേജ് ഫോർമാറ്റ്. ദ നെക്സ്റ്റ് വേർഡ് ഈസ് ഇമേജ് പ്രോസസ്സിംഗ് ടൈം. ഒരു ഇമേജിനെ പ്രോസസ്സർ ഡിജിറ്റലൈസ് ചെയ്ത് വേണ്ട കമാൻഡൊക്കെ അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി സ്റ്റോർ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഇമേജ് പ്രോസസ്സിംഗ് ടൈം. നെക്സ്റ്റ് വേർഡ് ഈസ് ഇമേജ് സെൻസർ. ഡിജിറ്റൽ ഫോട്ടോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻ്റാണ് സെൻസറുകൾ.
ഈ ഒപ്റ്റിക്കൽ ഇമേജ് ക്യാമറയ്ക്കുള്ളിലേക്ക് കയറി വന്ന് അത് ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്നത് ഇമേജ് സെൻസറിലാണ്. ഓരോ പിക്സലിനും തത്തുല്യമായ ഓരോ ഫോട്ടോ ഡയോഡുകൾ ഉൾക്കൊള്ളുന്നതും പ്രകാശത്തിൻ്റെ സാന്ദ്രത, നിറത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഡേറ്റയായി കൺവേർട്ട് ചെയ്യപ്പെടുന്നത് ഇമേജ് സെൻസറുകളിലാണ്. പണ്ട് കാലത്ത് ഇമേജ് സെൻസറിന് പകരം ഉപയോഗിച്ചിരുന്നത് ഫിലിമാണ്. അന്ന് ഉപയോഗിച്ച ഫിലിമിൻ്റെ 35mm ഫോർമാറ്റിലെ ഫിലിമിൻ്റെ സൈസ് 36 മില്ലിമീറ്റർ ബൈ 24 മില്ലിമീറ്ററാണ്. അതിന് തുല്യമായ വലിപ്പമുള്ള ഇമേജ് സെൻസറുള്ള ക്യാമറകളെ ഫുൾ ഫ്രെയിം ക്യാമറകളെന്നും അതിൽ ചെറിയ 24x16 സൈസ് സെൻസറുള്ള ക്യാമറകളെ അഡ്വാൻസ് ഫോട്ടോ സിസ്റ്റം APS ക്യാമറകളെന്നും അറിയപ്പെടുന്നു. ഇമേജ് സെൻസറാണ് ഇപ്പോഴുള്ള ക്യാമറകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നെക്സ്റ്റ് വേർഡ് ഈസ് ഇമേജ് സ്റ്റെബിലൈസേഷൻ. കുറഞ്ഞ ഷട്ടർ സ്പീഡുകൾ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ നിന്നോ ഒക്കെ ചിത്രം ക്യാപ്ചർ ചെയ്യുമ്പോൾ ഇമേജിന് ചെറിയ വൈബ്രേഷൻ, ഷെയ്ക്ക് ഒക്കെ തോന്നിപ്പിക്കുകയല്ല, ശരിക്കും ഉണ്ടാവും. ഇത് മിനിമൈസ് ചെയ്യുന്നതിനായി ക്യാമറകളിലും ഇപ്പോൾ ലെൻസുകളിലും ഈ ഇമേജ് സ്റ്റെബിലൈസർ അവൈലബിൾ ആണ്. നമ്മളുടെ ഇമേജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ക്യാമറയിലും ലെൻസിലുമുണ്ട്. ക്യാമറയിൽ മാത്രമുള്ള ലെൻസ് ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാം. ലെൻസിലും ക്യാമറയിലും ഒരുപോലെ പ്രവർത്തിപ്പിച്ചും ഇമേജ് സെൻസർ ഉപയോഗിക്കും. അടുത്ത പദം ഇങ്ക് ജെറ്റ്. പ്രിൻ്ററുകളിൽ മഷിയുടെ ഓരോ കാട്രിഡ്ജുകളാണ്. അത് ചിത്രത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വേണ്ട രീതിയിൽ സ്പ്രേ ചെയ്താണ് ഇമേജുകൾ ആ പ്രിൻ്ററിൽ രൂപപ്പെടുന്നത്. അതാണ് ഇങ്ക് ജെറ്റ്. നെക്സ്റ്റ് വേർഡ് ഈസ് ഇൻ്റർലേസ്ഡ്. ആദ്യം ഒറ്റസംഖ്യ വരുന്ന ലൈനുകൾ പ്രോസസ്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഇരട്ട സംഖ്യ വരുന്ന ലൈനുകൾ പ്രോസസ്സ് ചെയ്യുന്ന ഇമേജ് സെൻസർ, അതിനാണ് ഇൻ്റർലേസ്ഡ് എന്ന് പറയും. അടുത്ത വാക്ക് ഇൻ്റർപൊലേഷൻ. കൂടുതൽ പിക്സലുകൾ കൂട്ടിച്ചേർത്ത് ഒരു ഇമേജിൻ്റെ റെസൊല്യൂഷൻ വർദ്ധിപ്പിക്കുന്ന രീതിയാണ്. ഇതുകൊണ്ട് കൂടുതൽ ഡേറ്റ നമുക്ക് ലഭിക്കില്ല. ഈ ഉള്ള ഡേറ്റയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വേർഡ് ഈസ് എ ലോ. ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഫ്ലാഷിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം ഇരട്ടിയാകുമ്പോൾ പ്രകാശ തീവ്രത 4:1 കുറയും എന്നുള്ള നിയമമാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. IR ഇത് ഇൻഫ്രാറെഡ്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ളതും കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തതുമായ പ്രകാശരശ്മികളാണ് ഇൻഫ്രാറെഡ്. പറഞ്ഞാൽ വേഗം മനസ്സിലാകും. ഒരു TV-യുടെ റിമോട്ടിൽ നിന്നും TV-യിലേക്ക് പോകുന്ന ആ പ്രകാശരശ്മികളാണ് ഇൻഫ്രാറെഡ്. കണ്ണിന് കാണാൻ പറ്റില്ല, പക്ഷെ ഇതുണ്ടാക്കുന്ന ചൂടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇൻഫ്രാറെഡ്, കാഴ്ചയ്ക്ക് ഗോചരമല്ലാത്ത പ്രകാശം. അടുത്ത പദം IRDA. ഒരു ക്യാമറയിൽ നിന്നും കേബിൾ ഉപയോഗിക്കാതെ ഇൻഫ്രാറെഡ് രശ്മികൾ ഉപയോഗിച്ച് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് IRDA. നെക്സ്റ്റ് ടേം ഈസ് ISO. ഫോട്ടോഗ്രഫിയിലെ ഏറ്റവും പ്രാധാന്യമുള്ള പദങ്ങളിൽ ഒന്നാണ് ISO. ഇതിൻ്റെ ഒരു ചുരുക്കപ്പേരാണ് ISO. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ എന്നാണ്. അതൊരു യൂണിറ്റാണ്. ശരിക്കും ISO എന്താണെന്ന് വെച്ചാൽ പ്രകാശം ആംപ്ലിഫൈ ചെയ്യുന്ന അളവാണ്. ഇത് സംഭവിക്കുന്നത് ഇമേജ് സെൻസറിലാണ്. സാധാരണ പ്രകാശം 100 ISO അത് ആംപ്ലിഫൈ ചെയ്യില്ല, വരുന്ന പോലെ പ്രകാശം റെക്കോർഡ് ചെയ്യും. എന്നാൽ പ്രകാശത്തിൻ്റെ തീവ്രത അല്പം കുറവാണെങ്കിൽ അത് 200 ISOയിലേക്ക് മാറ്റുമ്പോൾ സാധാരണയുള്ള പ്രകാശത്തിൻ്റെ ഇരട്ടി നമുക്ക് ഇമേജ് സെൻസറിൽ ഫീൽ ചെയ്യും. അത് 400 ആകുമ്പോൾ 4 ഇരട്ടി, 800 ആകുമ്പോൾ 8 ഇരട്ടി. ഇത് എളുപ്പം മനസ്സിലാകും. ഒരു 10-20 പേരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു മൈക്രോഫോണിൻ്റെ ആവശ്യമില്ല. എന്നാൽ 100 പേരോടാകുമ്പോൾ ഒരു മൈക്കിൻ്റെ ആവശ്യം വരും. അവിടെ ശബ്ദം ആംപ്ലിഫൈ ചെയ്യുകയാണ്. ശബ്ദം ആംപ്ലിഫൈ ചെയ്യുന്നത് പോലെ പ്രകാശം ആംപ്ലിഫൈ ചെയ്യുന്ന ആ രീതിയാണ് ഈ ISO. അതിൻ്റെ ഒരു ഗ്രേഡിംഗ് ആണ്. ശബ്ദത്തിന് എക്കോയും ഹൗളിങ്ങും ഒക്കെ ഉണ്ടാകുന്ന പോലെ ISO കൂട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിത്രത്തിന്
പലതരത്തിലുള്ള നോയ്സുകളുണ്ട്. ദ ലാസ്റ്റ് വേർഡ് ഇൻ ഐ ഈസ് ഐറിസ് ഡയഫ്രം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കണ്ണിനകത്തുള്ള അപ്പർച്ചറാണ് ഐറിസ്. അപ്പോൾ ഒരു വീഡിയോ ക്യാമറയുടെ അപ്പർച്ചറിന് ഐറിസ് എന്നാ പറയുക. അത് മിക്കവാറും മെറ്റലുകൾ കൊണ്ട് നിർമ്മിച്ച ഇത് ചെറുതാക്കാവുന്നതും വലുതാക്കാവുന്നതുമായ ഒരു സൂക്ഷ്മമാണ് ഈ ഐറിസ് ഡയഫ്രം. ഇതോടുകൂടി ഐ എന്ന ആൽഫബറ്റിൽ തുടങ്ങുന്ന വാക്കുകൾ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം ജെ മുതലുള്ള ആൽഫബറ്റുകളുടെ അർത്ഥവുമായി ഞങ്ങൾ വരുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.